ഹലോ ഗൈസ്, രാവിലെ തന്നെ കുളിച്ചു കുറിയും തൊട്ട് ലംബോർഗിനി ചായ എടുത്ത് കാണി നമ്മളിന്ന് പോകണ്ടേ നമ്മളെ ചങ്ക് സഫീറിന്റെ കല്യാണത്തിനാണ്. ചെക്കന്റെ പരിയിലെത്തി ലംബോർഗിനിന്ന് പുറത്തിറങ്ങി ഞാനും ലുക്കൂസും കൂടി ഇല്ലു സാറിന് കയ്യും കൊടുത്തു. ലുക്ക് തള്ളി തുറന്ന ഡോറിന്റെ ഉള്ളിൽ കൂടി ചെക്കന്റെ റൂമിലെത്തി. അപ്പോൾ ഒരു സംഖ്യക്ക് ആൾക്കാർ നമ്മളെ മുത്തുമണി ചെക്കൻ നമ്മളെ കണ്ട സന്തോഷത്തിൽ നമുക്ക് ടാറ്റൻ തന്നു. അങ്ങനെ നമ്മളെ ചെക്കന് സുന്ദര കുട്ടപ്പനായി. കുറച്ചു കാലം മുമ്പ് കല്യാണങ്ങൾ കളറാക്കിയിട്ട് ഇവനാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ കല്യാണങ്ങൾ കളറാവണമെങ്കിൽ ഞങ്ങൾ ഉണ്ണിമോനാണ് ഇറങ്ങണം. അങ്ങനെ കോട്ടിട്ട് കുട്ടപ്പനായ ഞങ്ങളെ ചെക്കന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളെ സമീർ സാർ പകർത്തി. അംബർവായിന്റെ ന്യൂലുക്ക് കണ്ടക്കണോന്ന് നബീല് ചോദിച്ചത് ഞാൻ ആ തുപ്പണ് പൊന്തിച്ചു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പൊ പിന്നെ ഒരു മുത്തം കൊടുത്ത് കാണാൻ അമ്പർബായിനാണ് കൈക്കലെടുത്തു. എന്താ ചെറിയല്ലേ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ചെക്കർ റെഡി ആയതും കൂട്ടം ഓരോരുത്തർ ഫോട്ടോ എടുത്തു. ഞാൻ സിംഗിൾ ആയിട്ടുണ്ട് എടുത്തു. പിന്നെ കാര്യപ്പെട്ട സാധനം നമ്മൾ ആഷിഖ് ഭായിന്റെ കൈക്കലുണ്ട് കേട്ടോ. ഭദ്ര പുതിയാപ്പിള ടെൻഷൻ ഒന്നും ഇല്ലാറുണ്ട് ഒരു മുറുക്ക് വെള്ളം കുടിച്ചാണ് പുതിയാപ്പിള ഉണ്ടായിരുന്നു. വണ്ടി മൊഞ്ചാൻ വേണ്ടി ഫാസിൽ പൊക്കൊട്ടിച്ച ജീവിതം മൊഞ്ചാൻ വേണ്ടി മണവാണനും വേണ്ടി ഉണ്ണിമോനാണ് ഇതുവായിരുന്നു. അപ്പൊ ദാ വരുന്ന അലിഗേറ്റർ ഏറ്റും ജാഫർ ഭായി ഏതാ വരും. അങ്ങനെ ചെക്കനെ മംഗളാശംസകൾ നേർന്ന് ചെക്കനെ വണ്ടി കയറ്റിക്കാണ് ഞങ്ങൾ അങ്ങനെ നേരെ പെണ്ണിന്റെ പേര്. ഞാനും ബാബായും കാറ് കയറി ഓല പിന്നാലെ പോകുമ്പോഴാണ് ആ ഫോൺ കോൾ ഞങ്ങൾക്ക് വന്നത്. ബസ്സിൽ വൈബില്ലേ? ഞാൻ നമ്മൾ കേറി കൊടുക്കണേ. അങ്ങനെ നമ്മളെയും കാത്ത് റോഡരികിൽ ബസ് നിർത്തിട്ടേക്കണം. പിന്നെ ടാറ്റും കൊടുത്ത് ഞാൻ വണ്ടിന്റെ ഉള്ളിൽ അങ്ങനെ തുള്ളിച്ചാടി ബസ്സിന്റെ ഉള്ളിൽ കയറിയതും നഗ്നമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, കാരണന്മാരെ അടി കൂടി മന്ദം നീങ്ങാണ് ഞാൻ ബസ്സിന്റെ ബാക്കിലെത്തി. അപ്പൊ കണ്ട കായ് നാട്ടിലെ മെയിൻ ഗായകനൊക്കെ സൈഡായി. ഇവലൊക്കെ കണ്ടില്ല എന്തോ അന്തം പെട്ടി ഇരിക്കണുണ്ട്. എത്തപ്പ കഥ ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിസാംബായ് എന്ന് കണ്ട് പറഞ്ഞു മുത്തം മൈക്ക നജ്ജ എന്നാണ് കളറാക്കി. അങ്ങനെ സലാം ഖാന്റെ ആഭിമുഖ്യത്തിൽ ഞാൻ പരിപാടിയും തുടങ്ങി. അപ്പോഴാണ് അതുവരെ ഉറങ്ങിന്റെ ആൾക്കാർ താളം പിടിച്ചു കാണും. പിന്നെ പാട്ടിലേക്കാണ് കടന്നത്. മുമ്പിൽ ചടിച്ചിരുന്നതിന്റെ ചെക്കന്മാരൊക്കെ പാട്ട് കേട്ട് വൈബായിക്കാണ് ഞമ്മക്കൊക്കെ ടാറ്റ ഇരുന്നുണ്ട്. അപ്പൊ ഒരാളും ഫുൾ ചാർജ് ആയി. നിങ്ങളോട് പറയാൻ നമ്മൾ ഏറ്റെടുത്ത പരിപാടി സാറായിക്കണം. കാരണം മൊത്തമൊക്കെ സന്തോഷം. ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി നോക്കി ഒരു മനസ്സിൽ ഞങ്ങൾ ഇങ്ങ പാട്ടും പാടിയിരിക്കാം. പഴിച്ചിട്ട് ഇവിടെ മനുഷ്യന് കണ്ണ് കാണില്ല. അപ്പോഴേ ഈ ചങ്ങായി പാട്ടും പാടിയിരിക്കണം. അങ്ങനെ ബസ്സിന്ന് ചാടി ഇറങ്ങി. സംഭവം കളറായില്ല, വൈബാക്കില്ല. നന്ദി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളിൽ കയറി ചെന്നപ്പോ സജിമോനൊക്കെ ഷുഗർ കട്ടയുണ്ട്. ഞാൻ ഷുഗർ ബത്തക്കൊള്ളം കുടിച്ചിരിക്കുമ്പോഴാണ് കാര്യപ്പെട്ട കാരണവന്മാരെന്ന് കണ്ട് ചെക്കനും കൂട്ടിക്കൊണ്ടുപോയി പൂവും കൊടുത്ത് സ്വീകരിക്കണം. അത് നമ്മളെ ചെക്കന്മാരൊക്കെ നോക്കി നിൽക്കണു. അങ്ങനെ നമ്മളെ ചെക്കൻ മന്ദം സ്റ്റേജിലേക്കാണ് കയറി. അപ്പണ്ട് ഇവിടെ രണ്ടാൾക്കാർ കാറ്റടിച്ചു. അല്ല എത്തപ്പത്തെ സംഭവം. അങ്ങനെ പ്രൗഢ ഗംഭീരമായ സദസ്സിനെ സാക്ഷ്യം വഹിച്ച് ഭംഗിയായിട്ട് നിക്കാണ് നിർവഹിച്ചു. ഇതിന്റെ വരവോടുകൂടി നിക്കാഹ് കഴിഞ്ഞൊന്നും ഉറപ്പായി. കാരണം നിക്കാഹ് കഴിഞ്ഞാൽ ഇത് വരലുള്ളൂ. അത് കഴിഞ്ഞ് കാര്യപരിപാടിയൊക്കെയാണ് കടന്നു. നിങ്ങളോട് പറയാൻ എനിക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ഓരോരോ ഫുഡൊക്കെ കിട്ടും. നല്ല അടിപൊളി ഫുഡാണ്. ഫുഡ് വ്ളോഗിന്റെ ഓഡീഷന് വന്ന മാതിരിയാണ് സെബീറാക്ക് കഴിക്കേണ്ടത്. ഞാൻ അഥവാ ഫുഡ് വ്ളോഗിന് കൊണ്ടായാലോ വിചാരിച്ചിട്ട്. ഫുഡടി കഴിഞ്ഞ് സെബീറാക്ക് എന്ന പല്ലുകുത്തി ഇരിക്കുമ്പോഴാണ് കണ്ണിന് കുളിർമയാകുന്ന ആ കാഴ്ച ഞാൻ കണ്ടത്. ചെക്കനും പെണ്ണും ലവ് ആയിക്കണം. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വൻ ജനക്കൂട്ട്. സംഭവം എന്താ, ഷുഗർ കട്ടിന്റെ ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയ കട്ടെടുത്ത ഷുഗറിന്റെ മാരുണ്ട്. നിങ്ങൾ അത്തായ കള്ളന്മാരെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, ഷുഗർ കള്ളന്മാരെയും കണ്ടോളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു നമ്മളെ നാട്ടിൽ ആ സൗണ്ട് ഇങ്ങനെ കിട്ടുമ്പോഴേ കല്യാണം, കളിയാട്ടം, ടൂറ്, മുടിയാഴ്ചയില്, കുടിരിക്കല്, വിവാഹം, വിനോദം എല്ലാത്തിനും അലിഗേറ്റർ. നമ്മൾ ജാഫർ ഭായിന്റെ നമ്പർ ആദ്യം അടി കൊടുക്കാൻ നിങ്ങൾ വിളിച്ചോളി. വൈബേ കാരം പാട്ടാട് ആൾക്കാർ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മളെ ഡ്രൈവർ പാട്ടുകാരാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും. തെറ്റാണ്, തീർച്ചയായിട്ടും പോരണം. പോന്നാലാണ് അതിന്റെ വൈബ്. അതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് യാത്രക്കാര് ഇനി തിരിച്ചു പോകുമ്പോൾ കാറിലല്ല പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. ഇതിലെ വൈബ് കണ്ടിട്ട് പോലും പോരുകയാണ്. നമ്മൾ പാട്ട് കേട്ടിട്ട് അപ്പൊ അതുപോലെ നിരാശപ്പെടുത്താൻ പാടില്ല. പടിഞ്ഞാറകര അങ്ങനെ വൈബാക്കി പൂത്തിനും കത്തിച്ച് ചെക്കനും പെണ്ണും നമ്മളെ നാട്ടിലാണ്ടെത്തി. പിന്നെ നമ്മളെ വകൺ കളറാക്കി കൊടുത്തു. അങ്ങനെ പറ്റില്ല, അത് കലാവാസന വരളം. പതിനാലാം രാവിന്റെ പുഴ പോലെ വന്നല്ലോ, അഗ്നികളിൻ കടവത്ത് കുടമുള്ള പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉളവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.